മാരിടൈം നിയമം അനുസരിച്ച് ഈ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദി കപ്പലിന്റെ ഉടമയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെയും പരിശോധനകളുടെയും തീരം വൃത്തിയാക്കലിന്റെയും ഒക്കെ ചെലവ് വഹിക്കേണ്ടതും ഈ കപ്പൽ ഉടമയാണ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ് FIR ഇട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കേണ്ടത്. നേവിക്കും കോസ്റ്റ് ഗാർഡിനും ചെലവായ തുകയും കപ്പൽ ഉടമ തന്നെ നൽകണം. സംസ്ഥാന ദുരന്തമായി ഇപ്പോൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമല്ല. കപ്പലിന്റെ സാങ്കേതിക പിഴവും പ്രവർത്തിപ്പിച്ചതിലെ വീഴ്ചകളുമാണ് അപകടത്തിന് കാരണമെന്ന് മാർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ വരുത്തിവെച്ച ദുരന്തം എന്ന് വിളിക്കുന്നത്. കപ്പൽ കമ്പനി തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതും നഷ്ടപരിഹാരം നൽകേണ്ടതും. എൽസ എന്ന കപ്പലിൽ കൊണ്ടുപോയത് ഏറ്റവും അപകടകരമായ കാൽസ്യം കാർബൈഡാണ്. അതും 12 കണ്ടെയ്നറുകളിലായി ഉണ്ടായിരുന്നത് 250 ടൺ. ഇത്രയും അപകടം പിടിച്ച ഒരു ഉൽപ്പന്നം കൊണ്ടുപോകാൻ കപ്പലുകൾക്ക് പ്രത്യേക സ്പെസിഫിക്കേഷൻ ഇന്ത്യയിലില്ല. വെള്ളവുമായി കലർന്നാൽ തന്നെ സ്ഫോടനം നടക്കാവുന്ന വസ്തുവാണ്. മനുഷ്യൻ നേരിട്ടിടപെട്ടാൽ കാഴ്ച പോലും പോയേക്കാം. ത്വക്കിന് അതീവ ഗുരുതരമായ രോഗം ബാധിക്കാം. തൊണ്ടയെയും മൂക്കിനെയും അപകടത്തിലാക്കാം. ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകാം. കാൽസ്യം കാർബൈഡിൽ വെള്ളം ചേർന്നാൽ അസറ്റലൈൻ വാതകവും ഉണ്ടായി വരാം. അസറ്റലൈൻ ആണ് സ്ഫോടകങ്ങൾക്ക് കാരണമായേക്കാവുന്നത്. ഇത്രയും അപകടകരമായ രാസവസ്തു കൊണ്ടുവരുന്ന കപ്പലാണ് നടുക്കടലിൽ വച്ച് ചരിഞ്ഞതും പിന്നീട് മുങ്ങിപ്പോയതും.